തൃശൂർ മുല്ലശ്ശേരിയിൽ 7 പേരെ അവയവദാനത്തിന് വിധേയരാക്കിയത് ദാരിദ്ര്യം ചൂഷണം ചെയ്തെന്ന് പരാതി. തുച്ഛമായ തുക നൽകി ദാതാക്കളെ പറ്റിച്ചെന്ന് സാന്ത്വനം ജീവകാരുണ്യ സംഘടനയുടെ ആരോപണം. സമഗ്ര അന്വേഷണം വേണമെന്നും മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയതായും സംഘടന അറിയിച്ചു. എം മനോജ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മനോജ്, ഗുരുതരമായ ആരോപണമാണ്. 7 പേർ അവയവദാനം നൽകിയത് ദാരിദ്ര്യം ചൂഷണം ചെയ്തുകൊണ്ടാണ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഈ തുച്ഛമായ തുക നൽകിയാണ് ഈ ദാതാക്കളെ പറ്റിച്ചിട്ടുള്ളത്. സാന്ത്വനം ജീവകാരുണ്യ സംഘടനയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ കൃത്യമായും പറയുന്നുണ്ട്, പോലീസിന്റെ അന്വേഷണം ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്നിരുന്നു. ഈ ജില്ലയിലെ തന്നെ തീരദേശ പഞ്ചായത്താണ്. ആ പഞ്ചായത്തിലെ കൂടുതൽ പേർ ഇത്തരത്തിൽ പ്രതിഫലം വാങ്ങി വൃക്ക ഉൾപ്പെടെയുള്ള അവയവങ്ങൾ കൈമാറിയെന്നുള്ള വിവരം ലഭിച്ചതാണ്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ പരാതി പ്രകാരം പോലീസ് അന്വേഷണം നടത്തി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ഉപകാരപ്രദമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചില്ല എന്നാണ് ഉള്ളത്. അങ്ങനെ എഴുതിയാണ് ഈ അന്വേഷണം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ ഈ രാജ്യാന്തര അവയവക്കടത്ത് റാക്കറ്റിലെ ഇടനിലക്കാരന് ഈ പ്രദേശവുമായി ബന്ധമുണ്ടെന്നും ആരോപണമുണ്ട്. 4 സ്ത്രീകളടക്കം 6 അവയവദാതാക്കളുടെ പേരും വിലാസവും ഒക്കെ വെച്ച് ഈ പൊതുപ്രവർത്തകനാണ് ഈ പരാതി നൽകിയത്. 5 മാസം മുൻപാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. എന്നാൽ പോലീസ് തെളിവില്ലെന്ന കാരണത്തിലാണ് ഈ കേസ് അവസാനിപ്പിക്കുന്നത്. 5 ലക്ഷം രൂപ വീതം പ്രതിഫലം നൽകി നിർധനരായിട്ടുള്ള സ്ത്രീകളെ അവരുടെ അവയവങ്ങളാണ് ഈ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതാണ് ഉചിതമെന്ന് ഈ പോലീസ് റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട്. ഇതിൽ കൃത്യമായും സൂചിപ്പിച്ചിട്ടുള്ളത്, അതായത് ACPക്ക് SHO നൽകിയിട്ടുള്ള റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. തങ്ങൾക്ക് ഈ കക്ഷികളെയൊക്കെ ചോദ്യം ചെയ്യുന്ന സമയം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിനൊരു അന്വേഷണ സംഘം വേണമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണമൊന്നും തന്നെ നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുമായി ചിലരൊക്കെ രംഗത്ത് വരുന്നുണ്ട്. കാരണം ഈ തങ്ങളെ പറ്റിച്ചാണ് ഇത്തരത്തിൽ അവയവദാനം അതിനു വേണ്ടിയിട്ട് കൊടുക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ കരളും അതുപോലെ വൃക്കയും ഒക്കെ പണം നൽകി ഈ മാഫിയ വാങ്ങിയതാണ് ഈ സംഭവം. ഈ മുല്ലശ്ശേരിയിൽ ഇത്തരത്തിൽ 7 പേരെയാണ് ഇതിന് വിധേയരായിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ അല്പസമയത്തിനകം തന്നെ വരും. ഈ റാക്കറ്റിൽ പെട്ടിട്ടുള്ള കുറേയധികം ഇടനിലക്കാർക്ക് ഇവരുമായി ബന്ധമുണ്ടായിരുന്നു, ഈ പ്രദേശങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. അതിന്റെ ഒരു ആ വഴിയിലാണ് ഇത്തരത്തിൽ ഇവരുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവരെ കുടുക്കിയത്. അതിനുശേഷം ഇവർക്ക് പണം നൽകി, തുച്ഛമായിട്ടുള്ള പണം നൽകി ഈ അവയവങ്ങളൊക്കെ കൈമാറിയിട്ടുള്ളത്. എന്തായാലും സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം പോലീസ് അന്വേഷണം നടത്തി ഈ കേസ് അവസാനിപ്പിക്കുന്നത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചില്ല എന്നുള്ള കാരണത്തിലാണ്. അതിൽ തന്നെ അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ചൂണ്ടിക്കാണിച്ചിട്ടും അതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം. തീർച്ചയായും ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യ വകുപ്പിനും കൂടി പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്.